ഈ ഒരു സീക്രട്ട് പാരാമീറ്റർ ആണ് നിങ്ങൾ എത്ര കാലം ജീവിക്കുന്നു തീരുമാനിക്കുന്നത്. ഇതൊരിക്കലും ജ്യോതിഷത്തെ പറ്റിയല്ല പറഞ്ഞത്. ഇതാണ് VO2 max. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ബ്രീത്തിങ് കൂടാൻ തുടങ്ങും. അതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഓക്സിജന്റെ കണ്ടന്റ് കൂടുന്നു. ഇവിടെയാണ് ഇതിന്റെ ട്വിസ്റ്റ്. നമ്മുടെ ബോഡി ഈ കിട്ടിയ ഓക്സിജനെ മൊത്തമായിട്ട് ഒരിക്കലും ഉപയോഗിക്കുന്നില്ല. ഒരു ചെറിയ ഭാഗം മസിൽസിനും ബോഡിക്ക് പവറിനുമായിട്ട് കുറച്ച് ഭാഗം ഉപയോഗിക്കുന്നു. ഈ ഒരു അളവിനെയാണ് VO2 max എന്ന് പറയുന്നത്. നമ്മളൊരു എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് ലഭിക്കുന്ന മാക്സിമം ഓക്സിജന്റെ അളവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത്ലറ്റ്സിന്റെ VO2 max കാണപ്പെടുന്നത് 70 to 85 ml/kg/minute ആണ്. പക്ഷേ ഇത് സാധാരണ ആളുകളിൽ കാണപ്പെടുന്നത് 30 to 40 ഇടയിലാണ്. ഇതിലെ ഭയപ്പെടുന്ന കാര്യം 25 വയസ്സ് കഴിയുന്നതോടുകൂടി നമ്മുടെ VO2 max ഓരോ വർഷം തോറും 1% വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ കൂടെ എക്സസൈസ് കുറയുന്നതോടുകൂടി വളരെയധികം നമ്മുടെ ശരീരത്തിന് ബാധിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇത് വീണ്ടെടുക്കാൻ സാധിക്കും. VO2 max എന്നത് നമ്മുടെ ലൈഫിലെ ബാറ്ററിയുടെ ചാർജ് പോലെയാണ്. ഇത് ചാർജ് ആവുന്നതോടുകൂടി നമ്മുടെ ഫിറ്റ്നസ് മാത്രമല്ല ഇമ്പ്രൂവ് ആവുന്നത്, അതുകൂടാതെ നമ്മുടെ സ്കിൻ ഏജിങ് കുറയും, നമ്മുടെ ഹാർട്ട് ഹെൽത്ത് കൂടും, നമ്മുടെ ബ്രെയിൻ ഷാർപ്പ് ആവാൻ തുടങ്ങും. പക്ഷേ എങ്ങനെയാണ് VO2 max കൂട്ടാൻ സാധിക്കുക? വീഡിയോ സേവ് ചെയ്ത് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം ഹാർട്ട് റേറ്റ് കൂട്ടുക. ഇതിനായിട്ട് ഇന്റൻസിറ്റി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യുക. ഇതിലൂടെ നമ്മുടെ എക്സസൈസ് ആയിട്ടുള്ള വെയിറ്റ് കുറയ്ക്കാനും VO2 max കൂട്ടാനും സാധിക്കും. രണ്ടാമത്താണ് മെഡിറ്റേഷൻ അഥവാ യോഗ. ഇതിലൂടെ നിങ്ങളുടെ ലങ്സിൻ്റെയും നെർവസ് സിസ്റ്റത്തിൻ്റെയും ഓക്സിജൻ അബ്സോർപ്ഷൻ കപ്പാസിറ്റി കൂട്ടാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്തുന്നതോടുകൂടി നമുക്ക് നല്ലൊരു ഫിറ്റ്നസ്സിലും നല്ലൊരു ഹെൽത്തിലും ജീവിക്കാനായിട്ട് സാധിക്കും.